ഹലോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ റംസാനൊരു ഡേ മൈ ലൈഫാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റംസാൻ ടൈം ഞാൻ ആ ഒരു ടൈമിനാണ് നിൽക്കുന്നത്. പിന്നെ എണിച്ചപ്പോൾ റൂമൊക്കെ കൊട്ടുന്നുണ്ട്, ബെഡും കാര്യങ്ങളൊക്കെ പിരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിരിക്കലും ഓന് ടോയ്സ് ഇടുന്നൊക്കെ ഒരേ ടൈമായിട്ട് ടോയ്സ് പെറുക്കി വെക്കും, അവനെടുത്ത് തറയിലിടും. ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ രാവിലെ എണിച്ചപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് സമൂസ ആയിട്ട് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടി ഷീറ്റ് കുഴക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാവൊക്കെ കുഴച്ച് വെച്ച് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 ഷീറ്റ് ഒരേ ടൈമിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതായത് മാവ് കുഴക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിക്കണം. പിന്നെ ഒരു ഷീറ്റ് കുറച്ച് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ മാവ് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ഷീറ്റ് വെച്ചിട്ട് ഒന്നിച്ച് പരത്തിയാൽ മതിയെന്ന്. അങ്ങനെ ചോദിച്ചാൽ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫ്ലോപ്പായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ഷീറ്റ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടു, 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്തത്. അതിലൊന്നും എനിക്ക് കിട്ടിയില്ല, ഒന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ആ ഒരു ഷീറ്റ് മാത്രം എടുത്തു. ഞാൻ പിന്നെ ഒന്നും അത്ര വേഗം ശരിയാകുന്നതില്ല. അപ്പോൾ പിന്നെ ചെയ്തു, ഞാൻ എന്നും പരത്തുന്ന മാതിരി ഓരോ ഷീറ്റായിട്ട് ഓരോ ബോൾസിൽ ഓരോ ഷീറ്റാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. പരത്തിൽ റൗണ്ടൊന്നും വരില്ല കേട്ടോ, ഈ ഒരു ഷേപ്പിലൊക്കെ പരത്തുന്നത്. പക്ഷെ നല്ല സോഫ്റ്റ് ആകുന്നുണ്ട്, പക്ഷെ ഷേപ്പ് വരില്ല. പിന്നെ ആ കരയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ട സമൂസ ഷീറ്റിന് വേണ്ട ആ ഒരു രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന മാവൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പിന്നെ ഒരു ക്യാബേജും, അതിൻ്റെ അടുത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഫുൾ ക്യാബേജൊന്നും എടുക്കുന്നില്ല, അതിൻ്റെ ഒരു പകുതി പീസായിട്ട് ഒരു കാപ്പാതി അത്രേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മസാല ചെയ്ത് വെച്ചതിന് ശേഷം വേഗം ഫ്രഷ് ആകാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കിച്ചണിൽ വരുന്ന ഈ ഒരു ടൈമിന് തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേഗം നിസ്കരിച്ചു, പിന്നെ കുറച്ച് ദിക്റൊക്കെ ചൊല്ലി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ വേഗം കിച്ചണിലോട്ട് വന്നിട്ട് സമൂസ ഷീറ്റിനായിട്ട് പരത്തി കഴിഞ്ഞ് ഞാൻ സമൂസ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് വേണ്ട, നമുക്ക് ഇന്ന് ഫ്രീ ആയുള്ള പീസ് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിൻ്റെ ആ ടൈമിന് തന്നെ കുറച്ച് പത്തലിനുള്ള മാവ് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ റൂമിൽ വന്നിട്ട് കുറച്ച് ഖുർആൻ ഓതി പിന്നെ കിച്ചണിലോട്ട് പോകുമ്പോൾ ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്, പച്ചപ്പയറും ഗ്രീൻ റൈസും വെച്ചിട്ടുള്ള കഞ്ഞിയാണ്. അതിലുള്ള തേങ്ങാപ്പാലൊക്കെ കൂട്ടി അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സർവത്ത് ഉണ്ടാക്കുന്നുണ്ട്, ബനാനവും കസ്കിസുള്ള ആ ഒരു സർവത്ത് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സർവത്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട് സമൂസ, നേരത്താക്കിയ സമൂസ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.